രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത്. എൻ്റെ അമ്മോ, മഞ്ഞ് കയറിയിട്ട് മൊത്തം മൂടി കിടക്കുകയാണ് കേട്ടോ. സമയം ശരിക്കും പറഞ്ഞാൽ 7 മണി ആയിട്ടുണ്ട്. എന്നാലും മഞ്ഞൊന്നും മാറിയിട്ടില്ല. നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല തണുപ്പുവേ. കുറേ ദിവസം കൂടിയാണ് ഇങ്ങനെ മഞ്ഞ് വരുന്നത് കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ കാപ്പി കുടിക്കുന്ന ശീലമുള്ളതുകൊണ്ട് ഓടിപ്പോയി കാപ്പി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വന്ന് കുടിക്കാൻ നിർത്തും കേട്ടോ. നല്ല തണുപ്പുണ്ട്. അതുപോലെ ആ ഒരു തണുപ്പിൽ നിന്ന് ഒരു കാപ്പി കുടിക്കുന്ന സുഖം വേറെ ഒന്നാണ് കേട്ടോ. ഈ മഞ്ഞ് കാണുമ്പോഴേ അറിയാം ഇന്ന് ഉച്ചയ്ക്ക് തീ പാർന്ന് ചൂടായിരിക്കും. അതുമാതിരി ചൂടാണ് കേട്ടോ ഇപ്പം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ ചൂട് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ. അത്ര ചൂടാണ് 2 ദിവസമായിട്ട്. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കെട്ടുവൻ രാത്രി പറഞ്ഞിട്ടാണ് കിടന്നത് എന്നെ ഒരു 6:30 ആകുമ്പോൾ വിളിക്കണം, എനിക്ക് നേരത്തെ പോകണമെന്ന്. 6:30 കഴിഞ്ഞു, 7 മണിയും കഴിഞ്ഞു, 7:30 ആയി കേട്ടോ. വിളിച്ചിട്ടൊന്നും ഒരു അനക്കമില്ല കേട്ടോ. രാവിലെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്ന ഇവരെ രണ്ടുപേരെ എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ്ട പോയി കറണ്ട്. പിന്നെ വന്നത് ഒത്തിരി താമസം കേട്ടോ. ബാക്കിയുള്ള വീഡിയോകളൊക്കെ ഇവർ എഴുന്നേറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള കേട്ടോ. അതേണ്ട പൊന്നപ്പൻ എന്നിട്ട് ഒരു വിധത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 8:45 ഇപ്പം തന്നെ സമയം. പൊന്നപ്പനെ കൊണ്ടാക്കിയിട്ട് വേണം ചേട്ടന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചേട്ടൻ രാത്രി പറഞ്ഞത് നേരത്തെ പോയേക്കാം. കാരണം ഈ വെയിൽ മുഴുവൻ കൊള്ളേണ്ട ജോലിയാണ് കേട്ടോ. ഒരു ശകലം പോലും പുറത്ത് പോകാതെ മുഴുവൻ വെയിലും കൊള്ളേണ്ട ജോലിയാണ്. മീറ്റർ റീഡറാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് വെയിലിന് മുമ്പ് പോകാമെന്ന് പറഞ്ഞത്. പക്ഷേ എങ്ങനെ പോയാലും ഒരുങ്ങി പിടിച്ച് വരുമ്പോഴത്തേക്ക് താമസിക്കും എന്നുള്ളതാണേ. പിന്നെ പൊന്നപ്പൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ മേക്കപ്പ് ഇടുന്നത് കേട്ടോ. ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ തലമുടി കിട്ടുന്നതും. പിന്നെ ഇന്ന് സമയമില്ലാത്തല്ലേ, ചേട്ടനും പോകേണ്ട, നേരത്തെ പോകേണ്ടതല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ വാശി പിടിപ്പിക്കാനൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് തലമുടി 2 സൈഡും ക്ലിപ്പ് മാത്രം കുത്തി തരാമെന്ന് കേട്ടോ. പിന്നുള്ള പരിപാടി എന്നാന്ന് വെച്ചാൽ തപ്പി കണ്ടുപിടിക്കലാണ് കേട്ടോ. ഈ ക്ലിപ്പ് കുത്തണമെന്നുണ്ടെങ്കിൽ ക്ലിപ്പ് തപ്പി എടുത്തുകൊണ്ട് വരണമല്ലോ. ഇന്നലെ തലയിൽ ക്ലിപ്പ് കുത്തി കൊടുത്ത് വിട്ടതാണ്. പക്ഷേ അത് ബാഗിനകത്ത് എവിടെയോ കൊണ്ട് ഊരിയിട്ടേക്കും. വൈകുന്നേരം വരുമ്പോൾ തലയിലെങ്ങും ഒന്നും കാണത്തില്ല കേട്ടോ. പിന്നെ വേണ്ട അതൊക്കെ തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഒരു വിധത്തിൽ അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ കുത്തുന്ന ഇഷ്ടമാണ്. പക്ഷേ തലമുടി പിടിച്ച് കെട്ടി വെക്കാൻ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം ഇപ്പം മുടിക്ക് നീളമായിട്ടുണ്ട്. 2 സൈഡ് കെട്ടാനൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യേ. പക്ഷേ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ ചില ദിവസം വാശിയൊക്കെ പിടിച്ചാലും ഞാൻ തലമുടി കെട്ടി കൊടുത്തു വിടും. ഈ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര പാടല്ലേ. നമുക്ക് തന്നെ കാണുമ്പോൾ ഇറിറ്റേഷനാണ്. ഈ തലമുടിയും കൂടി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ചൂടെടുക്കുമല്ലോ എന്ന് ഓർത്തുണ്ട്. പക്ഷേ ആൾക്ക് വേണ്ടി ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തി ഇങ്ങനെ നടക്കാനാട്ടോ ഇഷ്ടം. തലമുടി കെട്ടി വെക്കുന്നതേ ഇഷ്ടമില്ല. ഒരുക്കം കഴിഞ്ഞത് ഓടിപ്പോയി ചന്ദനം എടുത്തുകൊണ്ട് വന്ന് കുഴച്ച് തൊടുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നിൻ്റെ നെറ്റിക്കും തൊട്ട്, എൻ്റെ നെറ്റിക്കും തൊട്ട്, കുഞ്ഞാവയ്ക്കാന്നും പറഞ്ഞ് എൻ്റെ വയറേലും തൊട്ട്, അച്ചയ്ക്കും തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരെയും നമ്മൾ വിട്ട് കളയാൻ പാടില്ലല്ലോ. പിന്നെ വേണ്ട ബാഗും എടുത്ത് രണ്ടുപേരോട് എന്നോട് ബൈയും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.